മലയോരവാണി, നാട്ടിലെ നല്ല വർത്തമാനം. മലയോരവാണി റേഡിയോ ഓൺലൈൻ. ഇന്ന് 2020 ഒക്ടോബർ 21 ബുധനാഴ്ച. ഇപ്പോൾ സമയം 21 മണി കഴിഞ്ഞ് 1 മിനിറ്റും 9 സെക്കൻഡും. നാട്ടുവാർത്തകൾ വായിക്കുന്നത് ജെയിംസ്. പെരിങ്ങോം CRPF റിക്രൂട്ട് സെന്ററിൽ പോലീസ് സ്മൃതിദിനം ആചരിച്ചു. 1959 ഒക്ടോബർ 21 ലഡാക്കിലെ ഹോട്ട് സ്പ്രിംഗിൽ ചൈനീസ് ആക്രമണത്തിനെതിരെ പോരാടി വീരമൃത്യു വരിച്ച 10 CRPF സൈനികരുടെ ത്യാഗത്തിന്റെ സ്മരണയ്ക്കാണ് ഒക്ടോബർ 21 രാജ്യത്തെ മുഴുവൻ പോലീസ് സേനയും സ്മൃതി ദിവസം ആചരിക്കുന്നത്. CRPF ക്യാമ്പിൽ നടന്ന ചടങ്ങിൽ DIGP PP പോളി രക്തസാക്ഷി സ്മാരകത്തിൽ പുഷ്പാഞ്ജലി അർപ്പിച്ചു. ജില്ലാ കളക്ടറുടെ ഉത്തരവനുസരിച്ച് ചെറുപുഴ പഞ്ചായത്തിലേക്ക് ചുമതലപ്പെടുത്തിയ സെക്ടറൽ മജിസ്ട്രേറ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയെ തുടർന്ന് കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് 140 കേസുകൾ രജിസ്റ്റർ ചെയ്തു. മാസ്ക് ധരിക്കാത്തവർ, സാമൂഹ്യ അകലം പാലിക്കാത്ത സാഹചര്യങ്ങൾ, രജിസ്റ്ററുകൾ സൂക്ഷിക്കാത്ത തുടങ്ങിയ ലംഘനങ്ങൾക്കാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തത്. കാസർഗോഡ് ജില്ലയുടെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന പുനരാരംഭിക്കാൻ ജില്ലാ കളക്ടർ ഡോക്ടർ D സജിത് ബാബുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കൊറോണ കോർ കമ്മിറ്റി യോഗം തീരുമാനിച്ചു. കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റിൽ കുറവ് വരാത്ത സാഹചര്യത്തിൽ കോവിഡ് നിർവ്യാപനം ലക്ഷ്യമിട്ടുള്ള പരിശോധനകളാണ് നടത്തുക. യൂത്ത് കോൺഗ്രസ് ഈസ്റ്റ് എളേരി മണ്ഡലം ഭാരവാഹികളായി തോംസൺ ബെന്നിയുടെ നേതൃത്വത്തിലുള്ള 21 കമ്മിറ്റി ചുമതലയേറ്റു. കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് BP പ്രദീപ് കുമാർ, സംസ്ഥാന സെക്രട്ടറി ജോമോൻ ജോസ് എന്നിവരും പങ്കെടുത്തു. പാടിയോട്ടിച്ചാൽ വൈദ്യുതി സെക്ഷൻ പരിധിയിൽ കൊരമ്പക്കല്ല്, പോത്താങ്കണ്ടം, പൊന്നംവയൽ, നീലിരിങ്ങ, വള്ളിപ്പിലാവ്, കൊട്രാടി, തണ്ടനാട്ടുപൊയിൽ എന്നീ ട്രാൻസ്ഫോർമറുകളുടെ പരിധിയിൽ നാളെ 9 മുതൽ 5 വരെ പൂർണ്ണമായോ ഭാഗികമായോ വൈദ്യുതി വിതരണം തടസ്സപ്പെടുമെന്ന് KSEB അധികൃതർ അറിയിച്ചു. നാട്ടുവാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. മലയോരവാണി, നാട്ടിലെ നല്ല വർത്തമാനം.